നമസ്കാരം. എറണാകുളം ജില്ലയിലാണോ നിങ്ങൾ വീട് നിൽക്കുന്നത് എങ്കിൽ കാക്കനാടിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയായി മനോഹരമായ ഒരു 5.350 സെന്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടി വരുന്ന ഒരു വീട് അവൈലബിൾ ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന മനോഹര ഭവനം സ്ഥിതി ചെയ്യുന്നത്. നല്ല വർക്കുകളെല്ലാം ഫ്രണ്ടിലായി ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഇൻ്റർലോക്ക് കട്ടവിച്ച റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ടിലായും ചുറ്റുമതിലിൽ ഗാർഡൻ വർക്കുകളും ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഗ്രിൽ വർക്ക് കാണാം. അതിൻ്റെ സെൻറ്ററിലായി CNC കട്ടിങ്ങിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഗേറ്റിൻ്റെ മതിലിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 16 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന് മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പകല്ലുകളും ഇൻ്റർലോക്ക് കട്ടയുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇപ്പോൾ കണ്ടത്. ഈ ഒരു ഭാഗത്തെല്ലാം നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും നമുക്ക് കാണാൻ കഴിയും. നല്ല വിശാലമായ ഒരു മുറ്റം തന്നെ ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്തും ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യാൻ പോകാവുന്ന രീതിയിൽ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹര സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കാണാം. ഇവിടെയും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെയും ഗാർഡനും അലക്കുകല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. കിണറാണ് നേരെ കാണുന്നത്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിണറിൻ്റെ സ്ഥാനം വരിക. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു ഗ്രിൽ വർക്കും അവിടെ നമ്മൾ കണ്ടു. ഇനി ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വലിയൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് ഇവിടെ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞലിയും മഹാഗണിയുമാണ്. നല്ല രീതിയിൽ സീലിംഗ് വർക്ക് സിറ്റൗട്ടിലും കാണാൻ കഴിയും. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാം. എല്ലാ ഭാഗത്തും BLDC സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ്. നല്ല മനോഹരമായ ഡിസൈനോടുകൂടി വരുന്ന TV യൂണിറ്റ് തന്നെയാണ്. കൂടാതെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന് താഴെയും നമുക്ക് കാണാം നല്ല ഷെൽഫുകൾ കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്ത് ട്രോഫികളോ ഇൻഡോർ പ്ലാന്റുകളോ എല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് തന്നെയാണ്. അവിടെ LED ലൈറ്റുകളും നമുക്ക് കാണാം. നേരെ നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും BLDC ഫാൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്രോക്കറി ഷെൽഫാണ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായി ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഈ ഭാഗത്താണ് കിച്ചൺ വരിക. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അവിടെയായി ഒരു ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കിച്ചൺ തന്നെയാണ്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു ക്രോക്കറി ഷെൽഫ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അവിടെയും കബോർഡ് വർക്കുകളും സിങ്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരിക. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 115 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ ലഭിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയറിനോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റീലും ടഫൻ ഗ്ലാസുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. നേരെ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. ഇവിടെയും സീലിംഗ് വർക്കും സ്റ്റെയറിൻ്റെ ഭിത്തിയിൽ വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വിൻഡോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മുകളിലെ നിലയിലെ ഹോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായിരുന്ന് TV കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഹോള് തന്നെയാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും സ്റ്റഡി റൂമും കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടിൻ്റെ മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി വരാം. മുകളിലെ ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് താഴെ കണ്ട പോലെ 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമിനും വലിപ്പമുള്ള ബാത്റൂം ലഭ്യമാണ്. ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം വരിക. ഇനി നമുക്ക് ഈ വീടിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന സ്റ്റഡി റൂമിലേക്ക് വരാം. സ്റ്റഡി റൂം ഹോളിൽ നിന്ന് കയറുന്ന രീതിയിലാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന 5.350 സെൻറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി ഒരു സ്റ്റഡി ടേബിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കാണ്